ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കറണ്ട് അഫെയർസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഈയിടെ അന്തരിച്ചിട്ടുള്ള നമ്മുടെ പൊളിറ്റീഷ്യനിലെ ഒരു ഇമ്പോർട്ടൻ്റ് വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു അപ്പോൾ നരേന്ദ്രമോദിക്ക് മുമ്പ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ പറ്റി കുറേ കാര്യങ്ങൾ കറണ്ട് അഫെയർസിൽ വരാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാരി വലിച്ചൊന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മളെല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളായിട്ട് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ ജനനം 1932 സെപ്റ്റംബർ 26-നാണ്. മരണം ഈയിടെയായിരുന്നു, 2024 ഡിസംബർ 26. അവിഭക്ത ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിലാണ് അദ്ദേഹം ജനിച്ചത്. അവിഭക്ത ഇന്ത്യയിലെ പഞ്ചാബ് പ്രവിശ്യയിലാണ് അദ്ദേഹം ജനിച്ചത്. ജനനം 1932 സെപ്റ്റംബർ 26, മരണം 2024 ഡിസംബർ 26. ഇന്ത്യയിലെ മുൻ പ്രധാനമന്ത്രിയും പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനുമായിരുന്നു. ഇന്ത്യയിലെ മുൻ പ്രധാനമന്ത്രിയും പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനുമായിരുന്നു. ആധുനിക ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശില്പി എന്നറിയപ്പെടുന്നു. ആധുനിക ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ ശില്പി എന്നറിയപ്പെടുന്നു. ഉദാരവൽക്കരണ നയത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നു. ഉദാരവൽക്കരണ നയത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നു. 2004 ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. 2004 ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. 2005-2019 വർഷങ്ങളിൽ ടൈം മാഗസിൻ്റെ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദ വേൾഡ് പട്ടികയിൽ ഇടം പിടിച്ചു. 2005-2019 വർഷങ്ങളിൽ ടൈം മാഗസിൻ്റെ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദ വേൾഡ് പട്ടികയിൽ ഇടം പിടിച്ചു. സിഖ് സമുദായത്തിൽ നിന്നുമുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. സിഖ് സമുദായത്തിൽ നിന്നുമുള്ള ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അതും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക കേട്ടോ. 1987 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചു. 1987 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചു. 1991 ലൈസൻസ് രാജ് അവസാനിപ്പിച്ചു. ലൈസൻസ് രാജ് എന്നുള്ള സമ്പ്രദായം 1991 അവസാനിപ്പിച്ചു. അദ്ദേഹമാണ് അവസാനിപ്പിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വീഡിയോയുമായി ബന്ധപ്പെട്ടുള്ള ഇനി എന്തൊക്കെ വീഡിയോ വേണമെന്നുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ താങ്ക്